കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. സംസ്ഥാന വികസന മാതൃകയുടെ മൂലക്കല്ലാണ് ലോകത്തിന് തന്നെ അഭിമാനകരമായ കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 30 പേർക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന രീതിയിൽ സുസജ്ജമായിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ ഈ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം. മനുഷ്യരുടെ നന്മയെ ആകെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രം വിപുലീകരിക്കപ്പെട്ടത് എന്നുള്ളതിൽ നമുക്കേവർക്കും സന്തോഷവും അഭിമാനവുമുണ്ട്. കേരളം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മുറിച്ചു കടന്നത് അത്തരത്തിൽ സുമനസ്സുകളായ വ്യക്തികളുടെയും സംഘടനകളുടെയും എല്ലാം പരിശ്രമം കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. പ്രളയകാലത്തും കൊറോണയുടെ കാലത്തുമൊക്കെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതാണ് കേരള സംസ്ഥാനത്ത് ചെയ്തത്. അത് വളരെ സമർത്ഥമായി കൃതഹസ്തയോടുകൂടി ചെയ്യാനായതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ തന്നെ മുന്നിൽ ഒരു ബദൽ മാതൃക ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു. ആ മാതൃകയുടെ തുടർച്ചയാണ് എൻ്റെ പ്രിയ സ്നേഹിതനായിട്ടുള്ള ബേബിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച്. ഞാനിവിടെ ഈ ഗേൾസ് ഹൈസ്കൂളിലാണ് കുറച്ചു കാലം പഠിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിലെ തന്നെ ഒന്നാമതായി നിലകൊള്ളാൻ സർക്കാർ പ്രത്യേകം പരിശ്രമം തന്നെ നിർവഹിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് പൊതുജനാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്കായി സർക്കാർ ചിലവഴിക്കുന്നതെന്നും ഈ മുന്നേറ്റം തുടരാനാകട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്നസെന്റ് MP ആയിരുന്ന കാലഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചികിത്സ സംവിധാനം ആരംഭിച്ചത്. പൂർണ്ണമായും സൗജന്യമായ ഡയാലിസിസ് ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് മുനിസിപ്പൽ ഭരണസമിതി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന ചികിത്സാ ചെലവ് മൂലം ബുദ്ധിമുട്ടുന്ന വൃക്കരോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബി തീരദേശത്തെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യം എന്ന തനത് ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സന്നദ്ധമായി മുന്നോട്ട് വരുന്നത്. തൽഫലമായി പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് വഴി റോട്ടറി ഇന്റർനാഷണൽ 35 ലക്ഷത്തിലേറെ രൂപയും സീഷോർ ഗ്രൂപ്പ് MD മുഹമ്മദ് അലി 20 ലക്ഷം രൂപയും ഒപ്പം ആശുപത്രിയും മുനിസിപ്പാലിറ്റിയും ചേർന്നതോടെ 60 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കാനായത്. ആശുപത്രിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തെ ഡയാലിസിസ് വാർഡായി രൂപാന്തരപ്പെടുത്തൽ, 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ, RO പ്ലാന്റ്, നഴ്സിംഗ് റൂം, ഐസൊലേഷൻ റൂം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരേ സമയം 30 പേർക്ക് ഡയാലിസിസ് നടത്താവുന്ന സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ CM രാധാകൃഷ്ണൻ, TP സെബാസ്റ്റ്യൻ, അശോകൻ തറയിൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബി, സീഷോർ ഗ്രൂപ്പ് പ്രതിനിധി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർപേഴ്സൺ VS ദിനൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മുനിസിപ്പൽ കൌൺസിലർമാർ, DMO തൃശൂർ ഡോക്ടർ TP ശ്രീദേവി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VA ലത, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.